പിന്നെ കാണിച്ചത് എന്തൊരു പോലത്തെ റൂമിനകത്ത് റൂം കുറ്റിയിടുക എന്ന് പറഞ്ഞാൽ കൊലശ്രമമല്ലേ, കൊലപാതകമല്ലേ? ഇത്ര ആൾക്കാർ നോക്കി നിൽക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ പുറത്ത് അവരെല്ലാരും പറയില്ല ഇത് സംഭവമാണെന്ന്. കാര്യം നീ ഓൾറെഡി നിനക്ക് അതിനുള്ള നീതി കിട്ടിയിട്ടുണ്ട്. 2 മാസം അയാളെ വിളിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അത്രയും വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് പോലും അയാളെ വിളിച്ച് 2 മാസം പിടിച്ച് പുറത്താക്കി. അവൻ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ചാൽ ഒരാളെ റൂമിൽ കയറ്റി ഡോറ് കുറ്റിയിട്ടിരിക്കുക എന്നുള്ള വധശ്രമമാണ് സാധനം. അല്ല, അവൻ നമുക്ക് ഈ ലോകത്തൊക്കെ അറിയാം. ഒരാൾ റൂമിൽ കയറി റൂം തുറന്നിട്ടാണ് അവൻ ഒച്ച ഉണ്ടാക്കിയെങ്കിൽ എല്ലാവരും ഓടിക്കൊടുക്കും. അപ്പൊ വധശ്രമമല്ല, അകത്ത് ചൂടായെന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ട് ചൂടായി, എല്ലാരും കയറിയ പ്രശ്നം പരിഹരിച്ചു. ഇത് ഒരാളകത്ത് കയറി ഡോറ് കുറ്റിയിട്ട് അകത്ത് എന്ത് കാണിച്ചാലും വധശ്രമമാണത്. ഞാൻ ആ സമയത്ത് ചവിട്ടി തുറന്നു പറഞ്ഞു. ഇപ്പൊ ഞാൻ ചവിട്ടി തുറക്കാൻ സമയത്ത് ഞാൻ അവിടെ സ്ഥലത്തില്ല. അത് രൂക്ഷമായി നീ പ്രതികരിക്കും വിളിച്ച് എന്തായിരിക്കും നമ്മൾ പറയുന്നത്? നമസ്കാരം. ഹാസ്യതാരം ബിനു അടിമാലി തൻ്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറും ക്യാമറാമാനുമായ ജിനീഷിനെ മർദ്ദിക്കുകയും ക്യാമറ തല്ലി തകർക്കുകയും ചെയ്ത വാർത്ത മറുനാടനാണ് ആദ്യം പുറത്തുവിടുന്നത്. തൊട്ടു പിന്നാലെ എല്ലാ മാധ്യമങ്ങളും ഇത് വാർത്തയാക്കിയിരുന്നു. പിന്നാലെ ബിനു അടിമാലി ഒരു ഓൺലൈൻ മാധ്യമം വഴി തൻ്റെ ഭാഗം വിശദീകരിച്ചു. തൻ്റെ മകളെ സത്യം ചെയ്ത് ആണ് അദ്ദേഹം ജിനീഷിനെ മർദ്ദിച്ചിട്ടില്ല എന്നും ക്യാമറ തല്ലി തകർത്തിട്ടില്ല എന്നുമൊക്കെ വിശദീകരണം നടത്തിയത്. എന്നാൽ ജിനീഷിനെ മർദ്ദിച്ചുവെന്നും ക്യാമറ തല്ലി തകർത്തുമെന്നും വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇന്ന് മറുനാടൻ പുറത്തുവിടാൻ പോകുന്നത്. ഇത് ജിനീഷ് തന്നെയാണ് മറുനാടന് നൽകിയിരിക്കുന്നത്. ജിനീഷും ഫ്ലവേഴ്സിൻ്റെ സ്റ്റാർ മാജിക് പ്രോഗ്രാമിൻ്റെ ഷോ ഡയറക്ടറും റൈറ്ററും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഈ തെളിവായി മറുനാടൻ പ്രേക്ഷകർക്ക് മുമ്പിലായി എത്തിക്കുന്നത്. എന്തായാലും ജിനീഷും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതിൽ സംസാരിക്കുന്നത് ആരൊക്കെയാണ്? ഈ ഷോ ഡയറക്ടർ അനൂപും പിന്നെ റൈറ്ററും. എന്നെ ആളെ രക്ഷിച്ച് മധു അല്ലേ? മധു ചേട്ടൻ. അപ്പോൾ എന്താണ് അവർ വിളിച്ച് സംസാരിക്കാൻ ഇടയായ സാഹചര്യം? എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതെങ്ങനെയും ഇത് കോംപ്രമൈസ് ചെയ്യണം, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മോശക്കേടാണ്, അപ്പോൾ ഇത് സെറ്റിൽമെൻറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഓൾറെഡി കേസ് കിടക്കുന്നുണ്ട്, അത് അല്ല. അപ്പോൾ അത് ഓൾറെഡി നമുക്കിത് എങ്ങനെയും കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ട് സംസാരിച്ച കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് 2 മാസം ആളെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ അദ്ദേഹം ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്നല്ലേ? സസ്പെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആളോട് അവർക്ക് പറയാനേ പറ്റുള്ളൂ, ഇത് കോംപ്രമൈസ് ചെയ്ത് ക്യാമറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ കേസ് കഴിഞ്ഞിട്ട് വായോ, അതിനാണ് ആളെ സസ്പെൻഡ് ചെയ്ത്. പക്ഷെ ആൾ ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ആ കൊച്ചിനെ വെച്ച് നിങ്ങൾ കള്ളസത്യം പറയണേ? അതായത് മകളെ പിടിച്ചാണ് സത്യം ചെയ്തിട്ടാണ് ഇതൊക്കെ ഈ ജിനീഷ് പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണ് എന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. എന്തായാലും നമുക്ക് ആദ്യം ഈ ഷോ ഡയറക്ടർ അനൂപ് ജിനീഷുമായി സംസാരിച്ച ആ ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം. എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയണമെങ്കിൽ ശ്രീകണ്ഠ സാറിന്റെ പെർമിഷൻ വേണം. അപ്പൊ അത് സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സാർ എന്താ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്തെങ്കിലും പറയാണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു സാധനം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഓഫീസിലല്ലേ വർക്കണത്. അപ്പൊ സ്വന്തമായിട്ട് ഞാൻ പ്രൊഡക്ഷൻ നടത്താണ്, നമുക്ക് ഷാർപ്പായിട്ട് പറയാം ഇങ്ങനെ സാധനം സംഭവിച്ചു എന്ന് പറയാലോ. അല്ല, ഇപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കും നിന്റെ നിലപാട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാറിന്റെ അടുത്ത് പറയണം. ശ്രീകണ്ഠ സാർ എം ഡി ആണല്ലോ, സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേസ്. എനിക്ക് അതിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളിയുടെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതെന്താണ് നിന്റെ ഒരു നിലപാട് എന്താന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാൻ നിനക്ക് സംസാരിക്കാം. നിനക്കിപ്പോ നിന്റെ സാധനം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഈ സാധനം വിടുവോ നീ? ഇല്ലടാ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ആളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല. ഈ ആരോപണങ്ങൾ എന്റെ പിന്നാലെ ഒരു ഇതിനെ പറ്റി ഉണ്ടാവാനും പാടില്ല. പിന്നെ ഞാനത് ന്യായമായ കാര്യമാണ് നീ പറയണത്, ശരിയാണ്. ലീഗലായിട്ട് പോവാന്നുള്ള കണ്ടീഷനിൽ നിന്നായിരുന്നേ. അപ്പൊ ചേട്ടൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നുമായിട്ട് ഞാൻ അതിന് ശേഷം സംസാരിച്ചിട്ടില്ല. അന്ന് അവിടുന്ന് പോയതിനു ശേഷം. അല്ല, എനിക്ക് ഇതിപ്പോ ഞാൻ നാറ്റിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമില്ല. എനിക്ക് ഇതിപ്പോ ശല്യമായിട്ടുള്ള ലാസ്റ്റ് പ്രാവശ്യം കോംപ്രമൈസ് ചെയ്തു, വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, ഞാനത് ഞാൻ ചെയ്തിട്ടില്ല. അത് അങ്ങനെ ആരും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഈ സംഭവമൊക്കെ എനിക്ക് ന്യൂസ് ആക്കായിരുന്നു. അല്ല, എനിക്കറിയാതെ കാര്യങ്ങളൊക്കെ ജിനീഷ്. അപ്പൊ അങ്ങനെ ഇതില് എനിക്കും ഇതുണ്ട്, വിഷമമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു നടന്നവിടെ. പുള്ളിയുടെ ഹൈപ്പർ ടെൻഷൻ കാരണം കയറി ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വകുപ്പ് അത്. ഞാൻ പുള്ളിനെ സേവ് ചെയ്യാനൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നാളെ ഇപ്പൊ 2 പേര് ഇവിടുന്ന് പറഞ്ഞു വെച്ചോ, അയാള് വന്ന് അവരടുത്ത് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ മധുചേട്ടനാണല്ലോ തുറന്ന് കേറിയതൊക്കെ.
അപ്പൊ അവരെന്നെ വിളിച്ച് ചോദിക്കുന്നു, എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു. നീ ഇപ്പൊ ആരാ? ഇപ്പൊ പോലീസ് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്തായാലും വന്ന് ചോദിക്കും, അത് നമുക്കറിയാം. പക്ഷെ ഞാനിവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നോണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല അതിനകത്ത്. സാറിന്റെ അടുത്തൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമേ അതിനകത്തൊരു ഫൈനൽ ഉണ്ടാക്കാൻ പറ്റൂ. കാരണം ഒരു ഓഫീസിൽ സംഭവിച്ച കേസല്ലേ. പുറത്തായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയായിരുന്നല്ലോ, അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ജിനീഷ, സംഭവമൊക്കെ ശരിയാണ്, നിനക്കുണ്ടായ മാനനഷ്ടങ്ങൾ വളരെ വലുതാണ്. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേറി നടക്കുന്ന പറഞ്ഞാൽ ചെറിയ പണിയല്ല. അല്ല ഞാനത് അതുകൊണ്ടല്ല ഞാൻ ക്യാമറ എനിക്കെല്ലാം പറഞ്ഞു തന്നു. ക്യാമറ കൊടുക്കേണ്ടി വരും, എനിക്ക് 2 വർഷമായിരിക്കും ക്യാമറ കിട്ടണേ, ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ആള് ഇറന്ന് മേടിച്ചെന്താ ഈ സംഭവം. അത് തീർച്ചയായിട്ടും സംശയമില്ലാത്ത കേസാ. ഞങ്ങളത് 100% ഞാൻ ഇപ്പൊ ചേട്ടനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഒരാവശ്യമില്ലാണ്ട് പുള്ളി ഉണ്ടാക്കിയ പ്രശ്നമാണ്. അവൻ സൈഡിൽ കൂടെ നടന്നു പോണ ആളെ വിളിച്ചിട്ട് അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കല്ലേ. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോഴും നിന്റെ അടുത്ത് അത് കോംപ്രമൈസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ മനസ്സമാനാണ്, വേറെ കാര്യം. ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാശിയാണ്. ഇയാൾക്കൊരു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന ആളുടെ കൂടെ നിക്കത്തുള്ളൂ, അത് വേറെ കേസ്. ആളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരിക്കലും ഇല്ല. അതായത് ആളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആളുടെ ഇതൊന്നും ഞാൻ ചെയ്യാൻ നിൽക്കില്ല. എനിക്ക് അത്രയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുങ്ങി മാറി നടന്ന് ഇപ്പൊ ലാസ്റ്റ് തന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഞാനാണ് ചെയ്തെന്ന് പറയുമ്പോ അത് ഞാൻ അറിയുന്നു. ലോജിക്കില്ല. പുള്ളി തന്നെ 2 ദിവസം വിളി, ഞാൻ അത് കേൾക്കാണ്ട് നടക്കായിരുന്നു. നമുക്ക് ഇത് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇയാള് വേറെ ഇയാളോട് പറഞ്ഞാ മനസ്സിലാണല്ലോടാ. ഞാനത് ഏറ്റവും അവസാനം അന്ന് പോയപ്പോ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊന്ന് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്ത് ശരിയാക്ക് നോക്കട്ടെ. ഞാൻ പറഞ്ഞു, അവന്റെ മെന്റാലിറ്റി പെട്ടെന്ന് വിളിച്ച് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയ മെന്റാലിറ്റി അല്ല. അവൻ എത്രയും ചീത്തയും പിടിച്ച് തല്ലും പിടിച്ച് വിട്ടിട്ട് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ പറയും ചോദിച്ചു. കാരണം അവന്റെ ഭാഗത്തില് ന്യായം. അവിടെ നിങ്ങൾ എന്നെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. ആളവിടെ ഇപ്പൊ ഇത്ര ദിവസം എന്നെ അങ്ങനത്തെ ഒരു സംസാരമായിരുന്നു. അവിടെ ജിനീഷ് ഭായ് ആയി മനസ്സിലായ. അതായത് മുന്നേ വിളിച്ചോണ്ടിരിക്കുന്ന അതേ ടോണൊക്കെ അല്ല, പുള്ളിക്ക് അത് ചെറിയ തട്ട് കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ട്. കണക്ഷന്റെ എടാ, ഇത് എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരാസ്മെന്റും പിന്നെ സാധനം എക്യുപ്മെന്റും തട്ടിപ്പൊട്ടിച്ചൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. അത് അയാള് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഫെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കേസിലേക്കേ പോകത്തുള്ളൂ. നീ അയാളെ നശിപ്പിക്കാൻ പോവാണെന്നുള്ള ഒരു പേടി. അങ്ങനെ ഒരു സംഭവം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഈ ഇതെല്ലാം ഞാൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷനില് ഇപ്പോഴും അയാള് പറയണ ഇവൻ വേറെ ആൾക്കാര് വഴി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഞാനെപ്പോഴും ആലോചിക്കുക, നിന്റെ കാര്യം വീട് അടിമാലിക്ക് നീ മാത്രല്ലല്ലോ ഇവിടത്തെ ഇഷ്ടമില്ലാത്ത ആൾക്കാര്. ഒരുപാട് ന്യൂസും വന്നും പോയിക്കൊണ്ടിരുന്ന സ്ഥലമല്ലേ. അതെ, ഇങ്ങനൊരു സംഭവം കേട്ടപ്പോ എല്ലാരും അതായത് ന്യൂസ് താഴെ പറഞ്ഞു കിടക്കണേ. അതായത് ഞാനൊരു ചേട്ടനുണ്ടായിരുന്നു മീഡിയയിൽ ഇറക്കണേ. അപ്പൊ ആള് ഇത് മൊത്തം ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്തു. ഇവരെല്ലാരും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പൊ എനിക്ക് കേസായിട്ട് വക്കീൽ പറയണ ആർക്കും മീഡിയക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത്രയ്ക്കും അതായത് വാർത്തയൊക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിന്റെ ഭവിഷ്യത്തുകള് ഞാൻ ആളും ഇതാക്കേണ്ടി വരും. വക്കീൽ പറഞ്ഞു അങ്ങനത്തെ സംഭവത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചാണ്. അപ്പൊ അത് ആൾക്കുള്ള ബുദ്ധിമുട്ടാണുള്ളൂ ഭാവിയില്. ഇവിടുന്ന് ഇപ്പൊ നമ്മള് അയാളെ വിളിക്കുന്നുണ്ട്, സാറിന്റെ അടുത്ത് എനിക്കൊരു ഫോട്ടോ കൊടുക്കണം, അതാണ് ഞാൻ എന്നെ വിളിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിനും വലിയ താല്പര്യമില്ല നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കേസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സാർ ആ രീതിയിൽ സംസാരിച്ചത് അത് എങ്ങനെയാലും സെറ്റിൽ ചെയ്ത് വിടാനുള്ള ഇതാണ് സാറ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്ന് പോലീസ് വന്ന് കയറലും ബഹളൊക്കെ. ഇപ്പൊ മണിയുടെ ആണെങ്കിൽ പോലും സാറ് ഡയറക്റ്റ് കേസിൽ ഇടപെട്ടാണ്. ഇതിപ്പോ വേറെ സ്ഥലത്ത് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് പരോക്ഷമായിട്ടും അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. എന്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞായിരുന്നു ഇതുവരെയായിട്ട്. എനിക്കിപ്പോ എത്ര എന്നോട് കേസ് സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നീ ഇതിന് വരുമോ? അതിപ്പോ കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ലക്ഷ്യം തന്നെയാണ്. ലാസ്റ്റ് എന്നോട് പറഞ്ഞത് ക്യാമറ പുതിയത് മേടിപ്പിച്ചു തരാം എന്നാണ് വക്കീലിനോട് പറഞ്ഞത്. അതായത് അതിനുള്ള സ്കോപ്പ് ഉണ്ട്. പിന്നെ ഈ വിഷയമായിട്ട് വരരുത്. അതായത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായ നഷ്ടങ്ങൾ നികത്തണം, പിന്നെ ഭാവിയിൽ ദ്രോഹിക്കരുത്. ഒപ്പിടിക്കണം. മതിയോ? മതി. ശരി. അപ്പോൾ നിങ്ങൾ കേട്ടത് അനൂപിന്റെ ഫോൺ സംഭാഷണമാണ്. ആ ഫോൺ സംഭാഷണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന്, അല്ലേ? കൃത്യമായിട്ട് അനൂപ് അത് പറയുന്നുണ്ടല്ലേ? അതെ. എനിക്കിത് ജനങ്ങളടുത്ത് അറിയിക്കണ്ടേ? ഞാൻ കള്ളമല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിള്ളേർ ഉള്ളതാ.
ആ ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ പിള്ളേർ ചോദിക്കില്ല ഞാൻ പറയുന്നത് കള്ളം പറയണമെന്ന്. അതെ, അപ്പം ഒരു മാനസിക വിഷമം കൊണ്ടാണ് അദ്ദേഹം ഇത് പുറത്തു വിടണ്ട എന്ന് കരുതിയതാണ്. ഇനി അടുത്ത് നിങ്ങൾ കേൾക്കാൻ പോകുന്ന സംഭാഷണവും അനൂപിൻ്റെ തന്നെയാണ്. ബിനു പറയുന്നുണ്ട് തന്നെ ഇതിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന്, 2 മാസം തന്നെ ഈ ഷോയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് മാറ്റി നിർത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി അനൂപ് പറയുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. അല്ല, നീ എന്നാ പോയി കണ്ടത്? അതിന്റെ പിറ്റേ ദിവസമാണ് അയാൾ അവിടെ വന്നത്. രണ്ടുപേരും വശം കേട്ടു. സാറ് പറഞ്ഞത് വിളിച്ച് കോംപ്രമൈസ് ചെയ്യും, അത് രണ്ടുപേരെടുത്തും തീർക്കാനുള്ള രീതിയിലാണ് പറഞ്ഞു. കമ്പനി തീരുമാനം ഞാൻ അറിയായിരുന്നു. അയാളെ 2 മാസം നമ്മൾ മാറ്റി നിർത്തിയല്ലോ, അത് ക്ലിയർ ആണല്ലോ. അതിനകത്ത് നമ്മളൊരു പണിഷ്മെന്റ് ഇതാണല്ലോ കാര്യം. നീ ഓൾറെഡി നിനക്ക് അതിനുള്ള നീതി കിട്ടിയിട്ടുണ്ട്. 2 മാസം അയാളെ വിളിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അത്രയും വലിയ ആർട്ടിസ്റ്റായിട്ട് പോലെ അയാളെ വിളിച്ച് 2 മാസം പിടിച്ച് പുറത്താക്കി. പിന്നെ ഷോയ്ക്ക് അത് പുള്ളി പോയിട്ടും വലിയ മാറ്റങ്ങളിലോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ജിനീഷോടെ ഫോട്ടോ എടുക്കാൻ വരികയെന്ന് പണ്ടേ പോലെ അറിയാം. ഇവിടുന്ന് നിനക്ക് പേയ്മെന്റും പോയിട്ടുണ്ട് പല പ്രാവശ്യം വന്നതിന്റെ. അത് പ്രൊഡക്ഷൻ വന്നതിന്റെ അല്ല അതിന്റെ പേയ്മെന്റ് പോയിരിക്കുന്നത്. 2 മാസത്തിന് ശേഷം പുള്ളിനെ പിന്നെ തിരിച്ചു വിളിച്ചു. അത് കമ്പനി ഇതൊന്നല്ല, അത് ഒന്നാമത് എന്റെ കയ്യിൽ നിൽക്കണ കാര്യമല്ല. നിനക്ക് അവിടെ ഓഫീസിൽ ചോദിച്ചാൽ എല്ലാവരുടെ അടുത്ത് അറിയാം. അവിടെ രാംകുമാറിനെ വിളിച്ചറിയാം. പുള്ളി അവിടെ വന്നിരുന്ന് കണ്ണും ഇതൊക്കെ. എന്നിട്ട് പോലും ഞാൻ പുള്ളിനെ കാണാൻ വന്നിട്ട്, നിനക്കറിയാലോ അയാളെ തന്നെ കാണാൻ വന്നേന്ന്. അറൗണ്ട് 1 മാസമായി കാണും. നമ്മൾ എന്നിട്ടും പറയുന്നുണ്ട് എന്തായിന്ന്. അയാൾ ഒരു തീരുമാനം എടുക്കുന്നില്ല. അറൗണ്ട് ഒരു 3 ആഴ്ചക്ക് മേലെയായിട്ടുണ്ട് അയാൾ എന്നെ വന്ന് കണ്ടുപോയിട്ട്. നമ്മൾ എന്നിട്ട് പോലും വിളിച്ചിട്ടില്ല അയാളെ. ഞാൻ അതിന് ശേഷമാണ് വിളിച്ചു. ഞാനൊന്ന് അന്വേഷണം കൂട്ടിയിട്ടാണ് അത് അയാളുടെ അടുത്ത് ക്ലിയർ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അല്ലാണ്ട് ജിനീഷ് വിചാരിക്കണ പോലെ ജിനീഷിനെ നമ്മള് സപ്പോർട്ട് ചെയ്യാഞ്ഞിട്ടോ ജിനീഷിനോട് ഒരു വൈരാഗ്യം ഉണ്ടായിട്ടൊന്നല്ല ഇങ്ങനെ കാണിച്ചു കൂട്ടോ. നമ്മള് എപ്പോഴും പറയണ്ടല്ലോ പുള്ളി കാണിച്ചത് തട്ടിത്തരം തന്നെയാണ്, അത് സംശയമില്ലാത്ത കേസാണ്. പിന്നെ ഷോയ്ക്ക് പുള്ളിന് ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. സാറ് പറഞ്ഞതിന് ഒരുത്തന്റെ പണി ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് സാറ് വിളിച്ചോളാൻ പറഞ്ഞത്. അയാൾ അവിടെ വന്നിരുന്നിട്ട് കൊച്ചിന്റെ കാര്യം അത് ഇതൊക്കെ പറഞ്ഞിരുന്ന് മോങ്ങിയിട്ടാ പോയെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. രാംകുമാർ എന്റെ അടുത്ത് പറഞ്ഞു ഇയാള് കരഞ്ഞിട്ടൊക്കെ ഇറങ്ങി പോണുണ്ട്. സാറ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ് നോക്കാം എന്നോട് വിളിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷമാണ് അയാൾ എന്നെ വന്ന് കണ്ടത്. ഇപ്പോൾ പ്രേക്ഷകർ ഇത് കേട്ട് കാണുമല്ലോ. ജിനീഷ്, ഇപ്പം പ്രേക്ഷകർക്ക് ഒരുവിധം സത്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, എനിക്ക് ഓഡിയോ പുറത്തുവിടുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഓരോ നുണകൾ പറയുമ്പോൾ എനിക്ക് ചെയ്തേ പറ്റൂ. അടുത്തതായി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഫോൺ സംഭാഷണം ജിനീഷും ഷോയുടെ റൈറ്ററുമായ മധുവുമൊത്തുള്ള ഫോൺ സംഭാഷണമാണ്. ഈ മധു ആണ് അന്ന് ജിനീഷിനെ ഈ മർദ്ദനത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഒരു മുറിയിൽ പൂട്ടിയിട്ട് അവിടെ വെച്ച് ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും ക്യാമറ തല്ലി തകർക്കുകയുമായിരുന്നു. എന്തായാലും ആ സംഭാഷണം കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായി മനസ്സിലാവും ആരാണ് ഇതിൽ കള്ളം പറയുന്നത്, ജിനീഷാണോ അതോ ബിനു അടിമാലിയാണോ എന്ന്. അവിടെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. എല്ലാവരും സാക്ഷികൾ. കാരണം ഉണ്ടല്ലോ, വേറെ ഒന്നുമല്ല, അതിനകത്ത് നിന്റെ ഭാഗത്ത് തന്നെ നിന്നെ അകത്തിട്ടേക്കാണ് എല്ലാരും നിൽക്കല്ലേ ഇവിടെ. ഇപ്പൊ യൂഷ്വലി ഞാൻ വന്നത് നിന്നെ ഉപദ്രവിക്കാണ്ടിരിക്കാനാണ് ഞാൻ. കാരണം ആരും തുറക്കാൻ നോക്കുന്നില്ല. ഒരുത്തനെ വിട്ടിട്ട് തല്ലിക്കൂലാണ് നമുക്കറിയണ്ടേ. എനിക്ക് സഹിക്കുവോ? ഇല്ല, ആർക്കും അല്ലല്ലാന്ന്. ഇപ്പൊ ഞാൻ പറയണത് ഇപ്പൊ ഓൾറെഡി എത്ര ഇതാണെങ്കിലും ഇപ്പൊ ആള് വാശി പിടിച്ചോണ്ടിരുന്നോട്ടെ. അതായത് ഇപ്പൊ ഞാനിപ്പോഴും ഞാൻ പറയല്ലേട്ടാ ഇങ്ങനൊരു സംഭവം മീഡിയ അറിഞ്ഞിട്ടില്ല. എനിക്കത് വേണമെങ്കിൽ മീഡിയക്ക് കൊടുക്കായിരുന്നു. അയ്യോ ശരിയാ കറക്റ്റ്. ഇപ്പള് അല്ലെങ്കിൽ അപ്പൊ ഞാൻ ചെയ്തത് നല്ലതാണ്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആ സമയത്ത്. നീയാന്ന് അറിഞ്ഞു എനിക്കറിയാം. പക്ഷെ നിനക്കൊന്നും പറ്റരുതല്ലോടാ. ആരും പറ്റില്ല, എല്ലാം അകന്ന് നിൽക്കുക. നിന്നെ അകത്തിട്ടാകുമ്പോ ചെയ്യണോ എന്താന്ന് എനിക്കറിയില്ല. നമുക്കങ്ങനെ പറ്റുള്ളൂ. ഞാനൊക്കെ നമ്മളെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് രക്ഷപ്പെടുത്തും, ഉറപ്പായിട്ട് രക്ഷപ്പെടുത്തിയിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ചവിട്ടി പൊളിച്ച് അകത്തൊന്നും നിന്നോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞത്. നിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക, അതാണ് എന്റെ ഉന്നം. ബാക്കി പിന്നത്തെ കാര്യം പിന്നെ അതിലെ ഇറങ്ങിപ്പോന്ന് പറഞ്ഞില്ലേ, അതാണ് ചെയ്തത് കാര്യം. എന്റെ അടുത്ത് അനുപേട്ടൻ വിളിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അടിമാലിനെ വിളിച്ചിട്ട് ആളെയും കൂടി വിളിച്ച് സംസാരിക്കുക. ചെയ്യണമെന്നായി സാറ് ഓൾറെഡി അനുപേട്ടനെ വിളിച്ച് ഇങ്ങനെ ഇത് മീഡിയ ഒക്കെ അറിഞ്ഞിട്ടില്ല. ഇനി നെക്സ്റ്റ് അതായത് ഇപ്പൊ എന്റെ അടുത്ത് വക്കീൽ ഇത് മീഡിയക്ക് നമ്മളായിട്ട് തന്നെ കൊടുക്കണ്ട, അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റേഷനിൽ തന്നെ പോവും. സ്റ്റേഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ രക്ഷയുണ്ടാവും. ഇത് ഓൾറെഡി കോടതിയിലേ തീരുള്ളൂ. അപ്പൊ അത് വലിയ പ്രോബ്ലം ആവും. കോടതി പോയിട്ടുണ്ടെങ്കിൽ അവനെ വിളിപ്പിക്കുക. ആദ്യം സമൻസ് വരും, ചെന്നില്ലേ വാറണ്ട് വരും. അതെ നേരെ വാറണ്ടത് അറസ്റ്റ് വാറണ്ടാണ്. കോടതി പിടിച്ചോണ്ട് പോകും, പോലീസുകാരും പിടിച്ചോണ്ട് പോകും. ആദ്യം സമൻസ് വരും, ന്യായമായിട്ട് ഹാജരാകാം. എന്നിട്ട് ചെന്നില്ലെങ്കിൽ വാറണ്ട് പുറപ്പെടുവിക്കും. വാറണ്ടാണെങ്കിൽ പോലീസുകാർ വന്ന് ഇവനെ സ്പോട്ടിൽ നിന്ന് വെക്കും.
അതാണ് സംഭവിക്കാൻ അല്ല പോകുന്നത്. ഇപ്പൊ ആളിത് നിസ്സാരമായിട്ട് കാണുന്ന വെച്ചിട്ട് കാര്യം ഞാൻ ഓൾറെഡി മെഡിക്കലും കാര്യങ്ങളും എന്നെ ഓൾറെഡി എല്ലാം സബ്മിറ്റ് കേസ് സ്ട്രോങ് ആണ്, മനസ്സിലായോ? കാരണം അവൻ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ചാൽ ഒരാളെ റൂമിൽ കയറ്റി ഡോറ് കുത്തിയിട്ടിരിക്കുക എന്നുള്ള വധശ്രമമാണ് സാധനം. അല്ല അവൻ നമുക്ക് ഈ ലോ പോലീസൊക്കെ അറിയാം, ഒരാൾ റൂമിൽ കയറി റൂം തുറന്നിട്ടാണ് അവൻ ഒച്ച ഉണ്ടാക്കിയെങ്കിൽ എല്ലാവരും ഓടിക്കൊടുക്കും. അപ്പൊ വധശ്രമമല്ല, അകത്ത് ചൂടായെന്ന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ട് ചൂടായി, എല്ലാരും കയറിയ പ്രശ്നം പരിഹരിച്ചു. ഇത് ഒരാളകത്ത് കയറി ഡോറ് കുത്തിയിട്ട് അകത്ത് എന്ത് കാണിക്കാനും വധശ്രമമാണത്. ഞാൻ പറഞ്ഞു എടാ അവൻ ഒരു മനസാക്ഷിയുള്ളവനാണ് ജിനീഷ്. ഞാൻ ഇവരോട് പറഞ്ഞു അവൻ മനസാക്ഷിയുള്ളവനാണ്, നിനക്കറിയില്ലേ, നിനക്ക് ഒന്നും അറിയാമല്ലോ കേസ് എന്താണ്, കോടതി എന്താണ്. അവൻ അല്പം മനസാക്ഷിയുള്ളവനായതുകൊണ്ട്, ഇല്ലെങ്കിൽ അവൻ ഞാനാ ചവിട്ടി തുറക്കുന്നതിന് മുമ്പ് അവനെ മതിലെ കൊണ്ട് തലയിടിച്ച് ചോരൊഴിയാൻ മാത്രം മതി. ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സാധനത്ത് കൈ മുറിച്ചാൽ മതി. എന്നെ ഉപദ്രവിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ജനൂലെന്ന് പറഞ്ഞു അവിടുന്ന്. ചേട്ടാ ഇത് മാത്രല്ല, ആളിത് ഇതിനു മുമ്പ് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോസും കാര്യങ്ങളും എന്തെങ്കിലും ഫോട്ടോസ് ഓഡിയോസ് ഒക്കെ എന്തെങ്കിലും ഉണ്ട്, മനസ്സിലായോ? പറ്റത്തൂല്ല നീ ചെയ്ത് കഴിഞ്ഞാൽ, നീ ഒരു പിടിപിടിച്ച പറ്റത്തൂല്ല. അവന്റെ ബുദ്ധി ഉണ്ടാവും, ബോധം വിവരമുള്ളവനാണെങ്കിൽ നിന്നോട് സംസാരിച്ച് ക്യാമറയെ ശരിയാക്കി തരിക, എന്താ കോംപ്രമൈസ് ആക്കുക ന്യായമായ രീതിയിൽ. അതാണ് അവൻ വിവരം ഉണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത്. ആള് ചോദിച്ചിട്ടുണ്ടാവും നിസ്സാരമായിട്ട് ആള് സെലിബ്രേറ്റ് അത് ചെയ്യത്തൂല്ല. എന്താ അറിയാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം 24-ാം തീയതി അതായത് സ്റ്റേഷനിൽ 27-ാം തീയതി എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് സ്റ്റേഷനിൽ നിന്ന് വിട്ടതാണ്. എന്നിട്ട് ഈ സംഭവം കാണിക്കേണ്ട കാര്യമായിരുന്നു. അല്ല അപ്പൊ അതാണ് ഒന്നും കൂടി കേസ് അവനെതിരെ സ്ട്രോങ് ആണത്. ഞാൻ ആദ്യം കൊടുത്തത് കമ്മീഷണർക്കാണ്. ചേട്ടാ ക്യാമറയ്ക്ക് വേണ്ടിട്ട് ഇടിവിലുണ്ടായിരുന്നു. ക്യാമറ ഞാൻ കൊടുത്തില്ല, ഞാൻ എന്റെ അന്നല്ല ഞാൻ കൊടുക്കും, ആള് വലിച്ച് ക്യാമറയ്ക്ക് വേണ്ടിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പൊ അത് കഴുത്തി പിടിച്ച് വീണ മേടിച്ചാണ്, മനസ്സിലായോ? അപ്പൊ ഞാനപ്പത് ഇത് ചേട്ടാ ഒരു ആള് ബലമായിട്ട് മേടിച്ചാലും നമ്മുടെ അന്നം ഒരിക്കലും ആൾക്ക് എനിക്കറിയാം ആള് അറിയാൻ വേണ്ടിട്ടാണ് മേടിക്കുന്നത്. പിന്നെ കാണിച്ചത് എന്തൊരു പോലത്തെ റൂമിനകത്ത് റൂം കൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ കൊലശ്രമമല്ലേ, കൊലപാതകമല്ലേ? ഇത്ര ആൾക്കാർ നോക്കി നിൽക്കണം, ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ പുറത്ത് അവരെല്ലാരും പറയില്ല ഇത് സംഭവമാണെന്ന്. ഇപ്പൊ ഞാൻ വന്നാൽ ചവിട്ടിത്തോന്നിനെ കുറെ നേരം കൂടി മുന്നോട്ട് പോയാൽ എന്തായിരിക്കും അവിടെ നടക്കുന്നത്? അതെ അതെ അതെ, ഞാൻ അവിടെ ഒരു അക്ഷരം മിണ്ടാണ്ടിരുന്നതിന്റെ അറിയോ? അതായത് അത്ര ആർട്ടിസ്റ്റിലെല്ലാരും നിൽക്കണം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ വലിയ പ്രോബ്ലം ആക്കി നിന്റെ മുതുക കുറഞ്ഞ കഴുത്തിന് കയറി പിടിച്ചു നിന്റെ കഴുത്തെ പാടൊക്കെ എന്നിട്ട് നീയും കൂടി ശരിക്കും തിരിച്ച് പ്രതികരിച്ചെങ്കിൽ അവൻ തിരിച്ച് ശക്തനാവും. ശക്തനായി കഴിഞ്ഞ് ഡോറ് തുറന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് അകത്ത് എന്താ നടക്കാൻ പോണത്? അകത്ത് നടക്കാൻ ഭീകരമായിട്ട് മിക്കവാറും കൊലപാതകം എന്തെങ്കിലും നടക്കുകയോ? ഞാനിപ്പോ ഒന്നും കൂടി ആക്റ്റീവായി, അതായത് ആളിപ്പോ അത്രയ്ക്കും എന്തൊക്കെ പറഞ്ഞു കൂട്ടി അതിനനുസരിച്ച് ഞാനും കൂടി അവിടെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് അവൻ നിന്നെ പിടിച്ചേക്കണു, അവൻ നിൽക്കണു, നീ വെറുതെ ഇരിക്കുകയാണ്, മലന്നിരിക്കുകയാണ്, കഴുത്ത്. അപ്പൊ നിന്റെ മുഖത്ത് പാടമൊക്കെ ഉണ്ടായിട്ട് കഴുത്തരി. ഞാൻ ആ സമയത്ത് ചവിട്ടി തുറന്നു പറഞ്ഞു. ഇപ്പൊ ഞാൻ ചവിട്ടി തുറക്കാൻ സമയത്ത് ഞാൻ അവിടെ സ്ഥലത്തില്ല. അത് രൂക്ഷമായി നീ പ്രതികരിക്കും വിളിച്ച് എന്തായിരിക്കും സംഭവം അതിനകത്ത്? എന്റെ ക്യാമറ പോയി, മനസ്സിലായോ? ക്യാമറ നിന്നെ ശരിയാക്കി തരണ്ടോ? ന്യായമായിട്ട് ശരിയാക്കി തന്നേ പറ്റത്തുള്ളൂ. വേറെ ഒരു മാർഗ്ഗമില്ല അതിനകത്ത്, വേറെ ഒരു മാർഗ്ഗമില്ല. പിന്നെ നിന്നെ വിളിച്ചു വരുത്തേക്കോണല്ലേ ചെയ്തേക്കണം. അതാണ് പ്രശ്നമായി. അതുകൊണ്ട് നീ ചെന്ന് കയറിയതല്ലോ, കുറെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. വിളിച്ചു വരുത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ അതിനകത്ത് ഉരുത്തിരിയും. അതൊക്കെ പ്രോബ്ലമാ. റൂട്ട് പിന്നെ നീ നിരപരാധി. നിന്നെ പോലത്തെ ഒരുത്തനെ വിളിച്ചുകൊണ്ടുവന്ന് ഡോറ് ഊറ്റിടുക പറഞ്ഞാല് ഒന്നായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഷേവ് ചെയ്യും, പല്ലേ ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞേ, അവനാ ഹോസ്പിറ്റലിൽ ഞാൻ വന്ന് ഓർക്കണ്ടേ, ഞാനും ഭാര്യ ഞാൻ വന്നു ആദ്യം, അത് കഴിഞ്ഞ് ഞാനും ഭാര്യയും കൂടി വന്ന് ഓർക്കണല്ലേ. നീ അവിടെ നിന്ന് ഞാനിവിടെ പറഞ്ഞു അവൻ എന്ത് കഷ്ടപ്പെട്ട ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ അവന് വേണ്ടി അടിമാരിക്കൊണ്ട് അതിന്റെ ഒരു നന്ദിയെങ്കിലും വേണ്ട. കാരണം ഞാൻ ആദ്യം വന്നപ്പോഴും നീയുണ്ട്, ഐസിയിൽ വന്നപ്പോഴും നീയുണ്ട്, പിന്നെ വൈഫോട്ട് വന്നപ്പോഴൊക്കെ നീ നിൽക്കുകയാണ് ചെയ്യണത്. ഇവൻ അതിനുള്ള സാമാന്യ സെൻസ് ഉണ്ടാവും. സിയാസ് കണ്ടോണ്ടിരിക്കണേ, അത് ഭാര്യ അപ്പുറത്തെ ടേബിളിൽ ഇരിക്കണേ, ഞാൻ കഞ്ഞി വാരി കൊടുക്കണേ, മനസ്സിലായോ? ഞാൻ കഞ്ഞി വാരി കൊടുക്കണ്, മൂത്രം എടുത്ത് കൊടുക്കാൻ കളയാണ്. അത് കഴിഞ്ഞിട്ട് അത് ബാത്റൂമിൽ കൊണ്ടുപോകണം. ഞാൻ സത്യം പറഞ്ഞു ഇവനോട് നമ്മളിത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവനത് കേക്കിലടി വില വിട്ടുകളാ സോൾവ് ചെയ്യാൻ പറഞ്ഞാണ്. അവരെന്നിട്ടും തട്ടായുക്തിയാ പറയണത്. ഒന്നാലൂടെ ചേട്ടാ, 3 വർഷം ഞാൻ ആളുടെ സോഷ്യൽ മീഡിയ കയറിഞ്ഞിട്ട് ആകെപ്പാട് കിട്ടിയത് 10,000 രൂപയാണ് എനിക്ക് തന്നെ അക്കൗണ്ടിൽ തന്നെ. യൂട്യൂബിൽ നിന്ന് വന്ന വരുമാനം അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഞാൻ എടുത്തു. ഞാൻ അറിഞ്ഞില്ല പൈസ വന്നത്. അത് ഞാൻ മോന്റെ അഡ്മിഷന് വേണ്ടി എടുത്തു പോയി. അപ്പോഴും ഞാനത് ഞങ്ങൾ രണ്ടാളും അത്രയ്ക്കും ബന്ധമായി. നമ്മ ഒരു ഫാമിലി അല്ലെങ്കിൽ ഞങ്ങൾ ചേട്ടൻ ഫുൾ ടൈം ഉണ്ടല്ലോ. ഞാൻ കാണുന്നല്ലേ ഹോസ്പിറ്റലിൽ ഇതിന് എത്ര പ്രാവശ്യം എന്റെ വീട്ടിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നില്ല. അപ്പൊ അത്രയ്ക്കും ഡീപ്പായിട്ട് നിന്നിട്ട് ഇങ്ങനെ കാണിക്കാന്ന് പറഞ്ഞാൽ അത് നിനക്ക് ശരിയാക്കി തരണം. അത് ന്യായമാണ്. ചെയ്തത് തെറ്റാണ്, അകത്ത് കയറ്റി ചെയ്തത്. ഞാൻ പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചാണേ. ശരി ശരി ഓക്കെ ഓക്കെ.
എന്തായാലും മറുനാടൻ ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ, അതായത് ജിനീഷിനെ ബിനു അടിമാലി മർദ്ദിച്ചു എന്ന വാർത്ത പുറത്തുവിട്ടപ്പോൾ ഒരു വിശദീകരണം ബിനു അടിമാലിയോട് ചോദിച്ചിരുന്നു. അദ്ദേഹം ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ അന്ന് തന്നെ ആ വാർത്തയിൽ തന്നെ ഞാൻ വിശദീകരിച്ചതാണ്. തൊട്ടടുത്ത ദിവസം അദ്ദേഹം മറുനാടന് ഒരു അഭിമുഖം നൽകാം, അല്ലെങ്കിൽ ഇതൊരു വിശദീകരണം അദ്ദേഹം ഒരു വീഡിയോ ആയി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മറുനാടൻ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഒരു വിശദീകരണം എടുക്കാൻ കഴിയാതിരുന്നത്. നമ്മൾ പലവട്ടം അദ്ദേഹത്തെ ബന്ധപ്പെട്ടതാണ്, അദ്ദേഹം അതിന് അനുവദിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഈ ബിനു അടിമാലി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു വാസ്തവം എന്താണ് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ജിനീഷിനെ ബന്ധപ്പെട്ടതും. ജിനീഷ് അപ്പോൾ ഈ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഷെയർ ചെയ്തത്. കാരണം മറുനാടൻ നൽകിയ വാർത്തയുടെ സത്യസന്ധത അത് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുക എന്നത് ഞങ്ങൾക്ക് അതിന് ഒരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ അത് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ജിനീഷിനെ വിളിച്ചു വരുത്തിയത്. ജിനീഷിന് ഇത് പുറത്തുവിടണമെന്ന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. മറുനാടൻ്റെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹം ഈ ഫോൺ സംഭാഷണം ഇപ്പോൾ പ്രേക്ഷകർക്ക് കേൾക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നത്. ഇത് തെളിയിക്കേണ്ട ആവശ്യകത മറുനാടനും കൂടി ഉള്ളതാണ്. ജിനീഷ്, എന്താണ് ഇനി അടുത്ത ഒരു തീരുമാനം? ഞാൻ ഇനി ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫാമിലിയായിട്ട് പോണ ആളാണ്. ആൾ ഓരോ നുണകൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്, ഇനിയുണ്ട്. അത് ഓരോന്നോരോന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പുറത്തു വിടുന്ന എനിക്കിപ്പോൾ ആരുടെയും പേര് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. മനസ്സിലായോ? ആൾ നുണകൾ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഇതുണ്ടായ സംഭവമാണ്. ഉപദ്രവിച്ചിട്ടുണ്ട്, ക്യാമറ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പുറത്തു വിട്ടിട്ടുണ്ട്. ഇത് കൂടുതലെന്ന് ഞാൻ എന്ത് ചെയ്യാനാ? ആൾ ആർട്ടിസ്റ്റാണ്, എല്ലാവരും ആളുടെ കൂടെ ആയിരിക്കുള്ളൂ. ഞാൻ പറയുന്നത് കള്ളമാണെന്ന് എല്ലാവരും പറയും. എനിക്ക് പറ്റല്ല. എനിക്കല്ലെങ്കിൽ ഞാൻ പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിള്ളേർ അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ അത്രയ്ക്കും ഗതി കെട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ഓഡിയോ പുറത്തു വിടണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളാൾ കൊച്ചിനെ വെച്ച് സത്യം പറയുമ്പോൾ അതല്ലേ ആളുകളത് വിശ്വസിക്കും. ഇനി ആളെന്തെങ്കിലും പറഞ്ഞു പറയണമെങ്കിൽ എനിക്ക് ഇനി എൻ്റെ ഇനിയും തെളിവുകളുണ്ട്. ഇത് പുറത്തു വിടുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഗതികേട് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വിട്ടത്. അതെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കള്ളാന്ന് പറയില്ലേ, അവർ വെല്ലുവിളിച്ചേക്കണം എന്നെ. അപ്പം എനിക്കിത് വിട്ടേ പറ്റൂ. എനിക്ക് ഇത് ആരെയും കേൾപ്പിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിലിപ്പോൾ ഞാൻ ചേട്ടൻ വിളിച്ചപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊരു തെളിവാവട്ടെ. അങ്ങനെ ഒന്നും സംഭവിക്കത്തൊന്നുമില്ല, അങ്ങനെ പേടിക്കൊന്നും അല്ല, ഭീഷണി ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം ഇനിയെല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. കേസ് എടുത്തിട്ടുണ്ട് ഞാൻ. അതൊന്നുമല്ല, 2 മാസം കഴിഞ്ഞ് ആൾ സസ്പെൻഡ് ചെയ്ത് കയറിയിട്ടുണ്ട്. എൻ്റെ കാര്യം തീരുമാനമാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. കേസ് ഓക്കെ, പക്ഷെ ഇവർ പറഞ്ഞു എൻ്റെ ക്യാമറയുടെ കാര്യം തീരുമാനമാക്കിയിട്ടാ കേട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ആൾ അവിടെ പോയി ആ കൊച്ചിനെ വെച്ച് വീണ്ടും ഞാൻ പറയണില്ല. അവിടെ ആ സാറിൻ്റെ അടുത്തും പോയി പറഞ്ഞിട്ടാണ്. ആ സാറിന് അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടാണ് വീണ്ടും കയറ്റിയത്. എൻ്റെ കാര്യത്തിന് തീരുമാനം ആയില്ലല്ലോ. ഞാൻ 2 മാസം വെയിറ്റ് ചെയ്തിട്ട് കേസ് ഇനി ജയിക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? വർഷങ്ങളെടുക്കും കേസ് എൻ്റെ വിധി തരാൻ. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ലാത്തത്. എൻ്റെ ക്യാമറ സെറ്റിൽമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മീഡിയയിൽ വരില്ലായിരുന്നു. എന്തായാലും ഒരു ആശയക്കുഴപ്പം മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജിനീഷിനെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചത്. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ TV.